മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ആലു പൊറോട്ടയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് തയ്യാറാക്കുന്നത് നോക്കുക. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതെങ്കിലും കേരളീയർക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു പൊറോട്ടയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം അളവ് വേണം വിചാരിച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇനി ഞാനിപ്പോൾ 2 എണ്ണമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഉരുള വേണം. അതിനുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പാകത്തിന് ഉപ്പ് ചേർത്തു. ഇനി നന്നായിട്ട് നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കണം അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതിയാവും. ചപ്പാത്തിക്ക് കുഴയ്ക്കാനും പൂരിക്ക് കുഴയ്ക്കാനും ഒന്നും പ്രത്യേകമായിട്ട് ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെയാണ് അപ്പം ഞാനിത് കുഴച്ച് വെക്കുന്നത്. അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഞാൻ കുഴയ്ക്കുന്നുണ്ട്. നെയ്യ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സൺഫ്ലവർ ഓയിലോ വേറെ നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ ഒഴുകി നമുക്ക് എന്തോ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കുഴച്ചെടുക്കുന്നത്. നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്കിത് അടച്ച് ബാക്കി ജോലികളൊക്കെ ചെയ്യണവരെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആലു പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങാണല്ലോ ആലു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 4 എണ്ണം ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. കുറച്ചധികം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറെ എന്തിനായാലും ഉപയോഗിക്കാമല്ലോ. ബാക്കി വന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നന്നായി കഴുകി വേണം മുറിച്ചിടാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതൊക്കെ അരിയാം. ഒരു വലിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില കുറച്ച് ഫ്രഷായത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. 2 ദിവസം ഇരുന്നതാണ് എൻ്റെ അടുത്തുള്ളത്. എന്നാലും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തോല് നീക്കി കളഞ്ഞ് തണുത്ത ശേഷം ഇതുപോലെ തൊലി നീക്കിയിട്ട് എടുക്കണം. അതിൻ്റെ ശേഷം അത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. ഒട്ടും കഷ്ണമില്ലാതെ നല്ല പേസ്റ്റായിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. കഷ്ണം പെട്ടുപോയാൽ നമുക്കത് പരത്താനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം ഞാനെല്ലാം തോല് കളഞ്ഞ് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാനാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ചേർത്തു. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളി ചേർക്കാം. സവോള നന്നായി നൈസായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ. അതും നമുക്ക് വലിയ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് അതും കുറച്ച് കുനുകുനുന്നെ അരിഞ്ഞെടുക്കണം. ഒന്ന് വാടിയ ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഫില്ലിങ്ങിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുത്ത ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കളറ് കിട്ടണം. നമ്മളിതിലേക്ക് ഇനി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ 3 പച്ചമുളക് അരിഞ്ഞ് ചേർത്തത്. എരിവൊക്കെ നമുക്ക് ഈ പച്ചമുളകിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം കുറഞ്ഞ ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. കാരണം ഈ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം വല്ലാതെ വറ്റി ഡ്രൈ ആവരുത്. കുറച്ച് പേസ്റ്റ് മാതിരി ആവണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് കലർത്തിയെടുക്കാം. നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ
മല്ലിയില അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്താലും യാതൊരു കുഴപ്പമില്ല. അത് ചൂട് ആയി വരുമ്പോൾ നന്നായിട്ട് കുറഞ്ഞു വരും അതിൻ്റെ അളവ്, ഇതിലേക്ക് ചേർന്ന് കിട്ടും. അതുകൊണ്ട് സ്റ്റൗ ഇനി ഓഫ് ചെയ്താലും മതി. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ നമുക്കിത് ഫ്ലെയിം വേണമെന്നില്ല. ഈ ചൂടിൽ തന്നെ അത് പാകത്തിന് വേവായി കിട്ടിക്കോളും. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഈ ചട്ടിയിൽ നിന്ന് ഇതിന്ന് ഫ്രൈ പാനിൽ നിന്ന് നമ്മളിത് മാറ്റണം. കാരണം ചൂട് കൂടുതലാകുമ്പോൾ അത് ഇനിയും ഇരുന്ന് ഡ്രൈ ആവും. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വയ്ക്കണം. ഇത്രയും മതി. നമുക്ക് ഫില്ലിങ്ങും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മാവ് നന്നായിട്ടൊന്നും കൂടി കുഴച്ചുരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് 4 എണ്ണമാണ് ഉരുളകളാക്കാൻ പോകുന്നത്. കാരണം 2 ആലു പൊറോട്ടയ്ക്ക് 4 എണ്ണം വേണം. അത് ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. ഒരെണ്ണം ഞാൻ ചെയ്യുന്ന രീതി കാണിക്കുകയാണ്. അത് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. വേറെ നമ്മളൊന്നും ഇതിനനുസരിച്ച് പ്രത്യേകമായിട്ട് ചെയ്യണില്ല. ഇതുപോലെ കുറച്ച് പരത്തിയാൽ മതി. ഒരു ലേശം കനം, ചെറിയ ഒരു കനം വേണം. അത് മാറ്റി വെച്ചു. അതിൻ്റെ ശേഷം രണ്ടാമത്തെയും നമ്മൾ അതേ സെയിം വലുപ്പത്തിൽ തന്നെയാണ് അതും പരത്തിയെടുക്കേണ്ടത്. അതും പരത്തിയ ശേഷം കനം കണ്ടോ, ഇത്രയും കനം മതി, കൂടുതൽ കനം വേണ്ട. നമ്മൾ ഡബിളാക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. അതുകൊണ്ട് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വേവിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരെണ്ണം ഇതുപോലെ പരത്തിയതിൻ്റെ മീതെയിട്ട് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് പരത്തിയെടുക്കണം. എന്നാലാണ് നമുക്ക് ഒരേപോലെ എല്ലാ സ്ഥലത്തും ഈ മസാല വരുള്ളൂ. അറ്റത്തേക്ക് വല്ലാതെ വേണ്ട. കാരണം ഇത് കവർ ചെയ്ത് നിൽക്കുമ്പോൾ പുറത്തേക്ക് വരാത്ത മാതിരി ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം പരത്തിയത് അതിൻ്റെ മീതെ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. ഇനി നമ്മളിത് പരത്തുന്നുണ്ട്, എന്നാലും നമുക്കത് വക്കൊന്ന് കൂട്ടി എല്ലാ ഭാഗവും പിടിപ്പിക്കണം. ഒരു നേരിയ തോതിലൊരു ലേശം പൊടി വെതറി നമ്മൾ ഈ ചപ്പാത്തി പതുക്കെ ബലം പ്രയോഗിക്കാതെ എല്ലാം ഒന്ന് ഒരുപോലെ പരത്തണം. ഉള്ളിൽ പരന്ന് കിട്ടണം, വക്കൊക്കെ ഒന്ന് കൂടി കിട്ടണം. അത് ഇതുപോലെയൊക്കെ അധികം കുറവൊക്കെ ആയിട്ട് നിൽക്കണം. നമ്മൾ ഈ കോല് വെച്ചിട്ട് തന്നെ പരത്തി ഒരേ വലുപ്പത്തിലാക്കിയെടുക്കണം. പൊട്ടിപ്പോവൊന്നുമില്ല, പതുക്കെ പരത്തിയ പൊട്ടിപ്പോവില്ല. നമ്മൾ ബലം പ്രയോഗിച്ചാൽ എന്തായാലും അകത്ത് വെച്ചത് പുറത്തേക്ക് വരുമല്ലോ. അതുകൊണ്ട് പതുക്കെ നമ്മൾ പരത്തി കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന തവ തന്നെ വെച്ചാൽ മതിയാവും. കുറച്ച് വലുപ്പമായിട്ട് തന്നെ നമുക്കിത് കിട്ടുക. കാരണം പരന്ന് വരുമ്പോൾ ഒരു ലേശം അധികം പരപ്പ് ആയിട്ടുണ്ടാവും. നന്നായി ചട്ടി ചൂടാക്കിയ ശേഷം ഇട്ട് കൊടുക്കണം. പിന്നെ അതൊന്ന് തിരിച്ചിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ നെയ്യിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ സ്പൂണിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കണം. പതുക്കെ പതുക്കെ പുരട്ടിയാൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. നമുക്കിത് അകത്തൊക്കെ വെന്തിട്ട് വീണ്ടും തിരിച്ചിട്ടു. നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ. ചൂട് വേണം കുറച്ച്. വലിയ ചൂടായാൽ കരിഞ്ഞു പോവും വേവാതെ. ഇതിപ്പോൾ നമുക്ക് പാകത്തിന് ചൂടായാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം അതേമാതിരി തന്നെയാണ്. ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നെയ്യ് അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടത്ര പുരട്ടി കൊടുക്കാം. നല്ല നെയ്യ് പുരട്ടി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുതന്നെയാണ് കാര്യം. ഞാനിപ്പോൾ ഒരു ഇതൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. 2 പുറവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്തു. ഇത്രയും മതി. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളൊരു ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പൊന്തി വരുന്നുണ്ട്.
എല്ലാ സൈഡും അമർത്തി കൊടുക്കണം, പതുക്കെ അമർത്തി കൊടുക്കണം. ഒരെണ്ണപ്പം അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മറ്റതും ഞാൻ 2 എണ്ണം പരത്തി ഇതുപോലെ തന്നെയാണ് പരത്തിയെടുത്തത്. അതും നമുക്കൊന്ന് ചുട്ടെടുക്കാം. 2 സൈഡിലും നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കുക. ചെറുതായിട്ട് നമ്മൾ ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് അത് നന്നായിട്ട് പൊങ്ങി വരും. ഉള്ളിലത്തേക്ക് നന്നായിട്ട് വെന്തിട്ട്, നമ്മൾ അകത്ത് വെച്ചതെല്ലാം വെന്ത കാര്യങ്ങളാണല്ലോ. ചപ്പാത്തിയല്ലേ നമുക്ക് വെന്ത് കിട്ടണ്ടേ. കണ്ട ഇതുപോലെ പൊങ്ങി കിട്ടും. അത് ഇത്രയും മതി. ഞാൻ 2 എണ്ണമാണ് അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചുട്ടെടുത്തത്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്കിത് 2 നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിന് പകരം ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ മാത്രമേ നമ്മളൊരു എക്സ്ട്രാ ഇതിന് ജോലിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചപ്പാത്തി ചുടുന്ന അതേപോലെ തന്നെയാണ്. ആലു പൊറോട്ട 2 എണ്ണം അവിടെ തയ്യാറായി. ഇനി ഇതിലേക്ക് തൈരും അച്ചാറും കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുക. അതും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ആലു പൊറോട്ട തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരെണ്ണം നമുക്കൊന്ന് മുറിച്ച് കാണിക്കാം. ഉൾഭാഗം നന്നായി വെന്തിട്ടുണ്ട്. മസാലയൊക്കെ ഒരുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് തൈര് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. കറിയുടെ ഒന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.